ഹലോ ഗൈസ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൺ റെസിപ്പിയാണ് കേട്ടോ. അതായത് എൻ്റെ സ്വന്തം റെസിപ്പി ഒന്നുമല്ല, മൂൾത്താതാൻ്റെ ഒരു റെസിപ്പിയാണ്. മൂൾത്താത ഇങ്ങനെ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് കേട്ടോ. ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിനായിട്ട് ആവശ്യമുള്ളത് 2 മാങ്ങ, ഒരു തക്കാളി, കുറച്ച് പച്ചമുളക്, കുറച്ചല്ല ഒരു 1-2 പച്ചമുളക്, പിന്നെ ഒരു ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചതച്ചത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് തന്നെ ഇടണം. അങ്ങനെ കടുകും ഉലുവയും എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചിട്ട് എടുക്കുക. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചാൽ ആ പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോയി വരുന്ന സമയത്ത് മാത്രം തക്കാളി ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ 2 മാങ്ങക്ക് നമ്മൾ അത്യാവശ്യം 2 വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ആ 2 വലിയ മാങ്ങക്ക് ഒരു അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് കേട്ടോ അതിൻ്റെ ഒരു കണക്ക്. പിന്നെ തക്കാളിൻ്റെയും പുളി ആ ഒരു പുളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ ഇടുന്നതിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് വഴന്ന് വരാനുള്ള ആ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തക്കാളി ഉടഞ്ഞിട്ട് കിട്ടൂലേ, ആ ഒരു പരിഭാവുമ്പോൾ മാത്രമാണ് കേട്ടോ മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം ഉടയണം. തക്കാളി നല്ല രീതിക്ക് ഉടഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് മാത്രം മാങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ മാങ്ങ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. കുറച്ചൊന്ന് നേരം വെച്ചാൽ തന്നെ മാങ്ങ വഴന്ന് വരും. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 2.5 ടീസ്പൂണോളം നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടാം. ഞങ്ങളിവിടെ അത്യാവശ്യം സ്പൈസ് കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല എരിവിലാണ് ഒക്കെ ഉണ്ടാക്കാറ്. അങ്ങനെ ഒരു 2.5 സ്പൂണോളം മുളക് പൊടി. പിന്നെ ഇത് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അതാരും സ്കിപ്പ് ചെയ്യരുത്. അതും കൂടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വറുത്ത് പൊടിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുക. എൻ്റെ ഒരു ഇച്ചിനി, അതായത് ഒരു ഗ്ലാസിൻ്റെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഒന്ന് അഭിപ്രായം